ഷോർട്സ്. വടകര ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KJ ശൈലജയും നടി മഞ്ജു വാര്യർക്കുമെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തി RMP നേതാവ് KS ഹരിഹരൻ. ടീച്ചറുടെ പോൺ വീഡിയോ ആരെങ്കിലും ഉണ്ടാക്കുമോ? മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എന്നായിരുന്നു ഹരിഹരന്റെ അധിക്ഷേപപരമായ പരാമർശം. വടകരയിൽ UDFും RMPയും CPMും വർഗീയതയ്ക്കെതിരെ നാടൊരുമിക്കണം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസംഗിക്കവെയായിരുന്നു ഹരിഹരന്റെ വിവാദ പരാമർശം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ, കൽപ്പറ്റ MLA T സിദ്ദിഖ്, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം തുടങ്ങിയ നേതാക്കൾ സദസ്സിലിരിക്കവെയായിരുന്നു ഹരിഹരന്റെ പ്രസംഗം. അതേസമയം സ്ത്രീകളെ ലൈംഗികമായി അധിക്ഷേപിച്ചുള്ള പ്രസംഗത്തിന് പിന്നാലെ വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർ ആർത്ത് ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്യുന്നുമുണ്ട്. ഇത് സംബന്ധിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ വീഡിയോ ഉണ്ടാക്കിയതിൽ കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ മകൻ ജൂലിയസ് നികിദാസിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും ഹരിഹരൻ പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്. CPMന്റെ സൈബർ ഗുണ്ടകൾ കരുതിയത് അവർ ചില സംഗതികൾ ചെയ്താൽ അങ്ങ് തീരുമെന്നാണ്. ടീച്ചറെ പോൺ വീഡിയോ ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടാക്കുമോ? അത് മഞ്ജു വാര്യരുടെ പോൺ വീഡിയോ ഉണ്ടാക്കിയെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാകും. ആരെങ്കിലും ഉണ്ടാക്കുമോ അത്? അതേസമയം കേരളത്തിലെ സൈബർ ലോകത്തെ നിയന്ത്രിക്കുന്നത് നികിദാസ് ആണെന്നും ഹരിഹരൻ പറയുന്നു. ഹരിഹരന്റെ പ്രസംഗത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. ഹരിഹരന്റെ പ്രസംഗത്തിനെതിരെ PV അൻവർ MLA രൂക്ഷമായി പ്രതികരിച്ച് രംഗത്തെത്തി. ഹരിഹരനെ ഞരമ്പ് രോഗിയെന്ന് വിശേഷിപ്പിച്ച അൻവർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കൈയടിച്ചവരെയും വിമർശിച്ചു. അതിനിടെ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഹരിഹരൻ രംഗത്തെത്തി. ഇന്ന് വടകരയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതായി സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. തെറ്റായ ആ പരാമർശം നടത്തിയതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നത്. വടകരയിൽ UDF നടത്തിയ ഹീനമായ സ്ത്രീ വിരുദ്ധ പ്രചാരണങ്ങൾക്ക് അടിവരയിടുന്ന പ്രസംഗമാണ് ഇന്ന് UDF RMP നേതാവ് ഹരിഹരൻ നടത്തിയതെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. മര്യാദയുടെ സകല സീമകളും ലംഘിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം വടകരയിൽ വർഗീയ സ്ത്രീ വിരുദ്ധ ശക്തികളുടെ കൂത്തരങ്ങാക്കി മാറ്റിയ UDF ജാള്യത മറക്കാനായി നടത്തിയ പരിപാടി പോലും അതിലേറെ സ്ത്രീ വിരുദ്ധ സമ്മേളനമായാണ് അവസാനിച്ചത്. ഹരിഹരൻ നടത്തിയ പ്രസംഗം സാംസ്കാരിക കേരളത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. കേരളത്തിലെ ഏറെ ബഹുമാനിക്കപ്പെടുന്ന സ്വപ്രയത്നത്താൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരികളെ പോലും RMP UDF നേതൃത്വം എത്രമാത്രം നികൃഷ്ടമായ കണ്ണുകളോടുകൂടിയാണ് കാണുന്നത് എന്നത് തെളിയുന്നതാണ് പ്രസംഗം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം നിർവഹിച്ച ഷാഫി പറമ്പിൽ അനുകൂല പരിപാടിയിലാണ് ഇത്രയും ഹീനമായ സ്ത്രീ വിരുദ്ധമായ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. KK രേമ MLAയുടെ സാന്നിധ്യത്തിലാണ് RMP നേതാവ് ഇത്രയും വൃത്തികെട്ട നിലയിൽ സ്ത്രീ വിരുദ്ധ പ്രസ്താവന നടത്തിയത്. KK രേമ ഇതിനോട് പ്രതികരിക്കേണ്ടതായുണ്ട്. ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച ഹരിഹരന് എതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെടുന്നതായും അദ്ദേഹം പറഞ്ഞു.